അവർ ഈ ഒരു ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കുമോ? നിങ്ങൾ ചിലപ്പോൾ അവർ ഈ ഒരു ബന്ധത്തിൽ ആക്ഷൻ എടുക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അവരായിട്ട് ഈ ഒരു ബന്ധത്തിൽ ആക്ഷൻ എടുത്തിട്ട് തിരികെ വരുമോ, അല്ലെങ്കിൽ അവർ എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നതിന് മുമ്പ് അത്യാവശ്യം വേറെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ വേറെ ഒരു ടൈപ്പ് ഓഫ് സ്വഭാവമുള്ള ആളുകളായിരിക്കണം. പക്ഷേ നിങ്ങളുടെ അടുത്ത് മാക്സിമം അവരുടെ എന്താ പറയുക, പല കാര്യങ്ങളും ക്ഷമിച്ചും അല്ലെങ്കിൽ അവർ മാക്സിമം ഇതിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം ഈഗോ ഉള്ള പേഴ്സൺ ആണ് താനും. അവരുടെ ഒരു നിലവിട്ടിട്ട് അവർ അങ്ങനെ അത്രയും താഴ്ന്നു തരുന്നില്ലാത്ത ഒരു വ്യക്തിത്വത്തിനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആൻഡ് അവരിപ്പോൾ അവരായിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഇവിടെ കുറവായിട്ടാണ് എനിക്ക് ഏറെക്കുറെ ഇവിടെ വ്യക്തമാകുന്നത്. കാരണം എന്താ പറയുക, ആൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. വളരെയധികം ടെംപ്റ്റേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണം, മിണ്ടണം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അതെങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ റിജക്ഷൻ ചെയ്യുമോ? നിങ്ങൾ പലതവണ അവരുടെ അടുത്ത് താഴ്ന്ന് പെരുമാറിയിട്ട് നിങ്ങൾ അവരെ പിന്നാലെ തന്നെ മേ ബി പോയിട്ടുണ്ടായിരിക്കണം പല സിറ്റുവേഷനിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങളത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാതെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. സോ അവർ നിങ്ങളെ റിജക്ഷൻ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിജക്ഷൻ അവർ ചെറുതായിട്ട് ഭയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അവർ റിജക്ഷനെ ഭയക്കാനോ, ഞാനാണ് അവരെ പിന്നാലെ പോയിട്ട് കുറേ പേരാണ് കേട്ടോ പിന്നാലെ പോയിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നത്. കുറേ പേര് അവിടെ പിന്നാലെ പോകാതെ തന്നെ അവിടെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ മുമ്പ് എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരന്ന് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ഈഗോ സമ്മതിക്കുന്നില്ല. എന്താ പറയുക, മേ ബി കുറേ ആൾക്കാർക്കൊക്കെ നിങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരുപാട് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയപ്പോൾ നിങ്ങളായിട്ട് തന്നെ ആഗ്രഹമില്ലെങ്കിൽ പോലും നിങ്ങളായിട്ട് തന്നെ പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടായിരിക്കണം. ഞാൻ ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്നൊക്കെയാണ് മാറി നിൽക്കുകയാണെന്ന് നിങ്ങളിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആളത് സമ്മതിക്കില്ല, ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു തിങ്കിങ്ങിലാണ്, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറി വീണ്ടും വരും എന്നുള്ളൊരു തിങ്കിങ്ങിൽ വിചാരിച്ച് നിൽക്കുന്ന കുറേ എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും വെയിറ്റ് ചെയ്യുന്ന കുറേ പേരെ കാണിക്കുന്നുണ്ട്. അവർ വിളിക്കും അല്ലെങ്കിൽ അവരായിട്ട് മുമ്പോട്ടേക്ക് വരും എന്നുള്ളത്. പക്ഷെ അവർ റിജക്ഷൻ എന്നുള്ളൊരു കാര്യത്തെ അവർ നന്നായിട്ട് ഭയക്കല്ല, അങ്ങനെ ഒരു ഈഗോ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു രണ്ടു പേർക്കും നല്ല ഈഗോ ഉണ്ട്. നിങ്ങളും ഒട്ടും മോശക്കാരല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ പല രീതിയിലും ഇങ്ങനെ എന്താ പറയുക കൊളുത്തി ഇടും, ഞാൻ നിർത്തിപ്പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടായിരിക്കില്ല. മേ ബി അവരും മാറി നിന്നിട്ടുണ്ടായിരിക്കണം ഇതിൽ. ഓക്കെ, ഞാൻ പറഞ്ഞു കുറേ പേർക്കെങ്കിലും പേ അറ്റൻഷൻ ടു ദി സൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൈനുകൾ നിങ്ങൾക്കായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നുണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്ണറാണ് എന്നുള്ള കാര്യത്തിലേക്ക്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഒട്ടുമിക്ക പേർക്കും ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്കവർ യുവർ ലൈഫ് പർപ്പസ്, നിങ്ങളുടെ ലൈഫ് പർപ്പസിലുള്ള ഒരു ബന്ധം തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇതാദ്യം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ട് കണ്ടിരുന്നതാണ് നിങ്ങളല്ല ആ ഒരു പേഴ്സൺ. പക്ഷേ അതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ബന്ധത്തിൽ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല ലെസൺസ് ലേൺ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. കർമ്മ അവിടെ കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു കുറേ പേർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു ബന്ധത്തിന് മുമ്പ് അത്യാവശ്യം വളരെയധികം ബാഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന കുറച്ച് വ്യക്തികളായിട്ട് ചിലർക്ക് കേട്ടോ 1 or 2% അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ബന്ധത്തിലൊക്കെ നിന്നവരുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇതിലേക്ക് വന്നതിന് ശേഷം
അല്ലെങ്കിൽ മുമ്പത്തെ പല പല ബന്ധങ്ങളിലൂടെ വന്ന ഒരു പേഴ്സണും കൂടിയും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. കുറേ പേർക്ക്, എല്ലാവർക്കും അല്ല. അപ്പോൾ അതൊക്കെ ഏറെക്കുറെ മാറി ഇപ്പോൾ നിങ്ങളിൽ മാത്രം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതിൽ കാണിക്കുന്നുണ്ട് കുറേ പേർക്കെങ്കിലും. ഇവരായിട്ട് ആക്ഷൻ എടുക്കാനായിട്ടൊരു സാധ്യത വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ, എഫർമേഷൻ എടുക്കുക, സ്പെൽ വർക്ക് എടുക്കുക, ഫാമിലി ആൻഡ് ട്രൈബ്. നിങ്ങളുടെ സോൾമേറ്റ് ആണ് കേട്ടോ ഈ ഒരു പേഴ്സൺ. ഏറെക്കുറെ പേർക്ക് ഇതൊരു കാർമിക് സോൾമേറ്റ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ തന്നെ സോൾമേറ്റ് ആണ്. ഏറെക്കുറെ ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ തന്നെ സോൾ ഗ്രൂപ്പിലുള്ളൊരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ സോൾ കണക്ഷൻസ് വളരെയധികം നന്നായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ആൻഡ് ഓൺ ആൻഡ് ഓഫ് കണക്ഷൻസ് എന്ന് എനിക്ക് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ട് പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരിക്കണം. പക്ഷേ ചില സമയത്ത് ഒട്ടും തന്നെ ആ ഒരു കാര്യത്തിലേക്ക് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥയിലും കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ തന്നെ എന്താ പറയുക ഷോക്കായിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഈ ഒരു പേഴ്സൺ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇന്നലെ എൻ്റെ അടുത്ത് ഇത്രയും നല്ലതായിട്ട് സംസാരിച്ചത്, ഇന്ന് വളരെ ടോട്ടൽ ഡിഫറെൻറ്റ് ബിഹേവിയർ ആണല്ലോ എന്നൊക്കെ നിങ്ങൾ മേ ബി ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ റീഡിങ് ഈ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളടുത്തേക്ക് വരുമോ എന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് എനർജിയിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഉടനെ തന്നെ കാണിക്കുന്നില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ഏറെക്കുറെ റിലേറ്റഡ് നമ്പേഴ്സ് വന്നിട്ട് 7, 10 ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് 20 ഇമ്പോർട്ടൻസ് ആണ്. 32 നിങ്ങളുടെ 32 ആൻഡ് 13, 29 ആൻഡ് 34 ആൻഡ് 15, 24, 14 ആൻഡ് 19. ഇതൊക്കെ എന്തെങ്കിലും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഏജോ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണെ കണ്ടുമുട്ടിയ ഒരു സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ബർത്ത് ഡേറ്റ്, അവരുടെ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം ഈ നമ്പറിൽ. RJ ആൻഡ് TN, PD, S, ഇതൊക്കെ ഈ നമ്പേഴ്സ് അല്ല ഈ ഒരു ലെറ്റേഴ്സൊക്കെ ഒരുവിധം അങ്ങനെ വരുന്നുണ്ട്. ഈ ലെറ്റേഴ്സിലൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അല്ലാത്തവർക്കല്ല എന്നല്ല കേട്ടോ. കുറച്ച് എനർജി വൈബ്രേഷൻസ് ചിലവർക്ക് കൂടുതലാവുമ്പോൾ അവരുടേത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്തായാലും വിഷമിക്കേണ്ട. അപ്പോൾ ഫസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്തായാലും നിങ്ങൾക്കിതിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ആസ്ക് ഫോർ എ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, സ്പെൽ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടുത്തെ ആ ഒരു എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം കേട്ടോ.